അവളായിരിക്കുമെന്ന് തോന്നുന്നു. ഹായ് അനു. ഹായ് ഡി. എന്താ നിനക്ക് ഇത്രയും ലേറ്റ് ആയത്? അത് ഞാൻ എന്തെന്ന് പറയാനാ. എന്തേ? നീ വന്നേ, ഇരിക്ക്, ഞാൻ ഹെവി വർക്കാണോ? പറയടി. അതെന്തിനാടി ചോദിക്കുന്നേ? എന്റെ ഓഫീസിൽ ആ പുതിയ മാനേജർ മൊട്ടത്തലേനുണ്ടല്ലോ, ഹെവി വർക്കാ തരുന്നത്. അയാൾക്ക് എപ്പോ നോക്കിയാലും ഒരു വൃത്തികെട്ട് തുറച്ചു നോട്ടോ. അയാളെ കൈകാര്യം ചെയ്യുന്നതിന് എനിക്ക് സമയം മതിയാവുന്നില്ല. ഈ മാസം എനിക്ക് ഇൻക്രിമെന്റ് ഉണ്ട്, അതുകൊണ്ട് മാത്രം അഡ്ജസ്റ്റ് ചെയ്തോണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഉണ്ടല്ലോ. എടി എൻജോയ് ചെയ്യടി. എന്ത് എൻജോയ്? എനിക്ക് ദേഷ്യം വന്നിട്ട് ഒരു കത്തി എടുത്ത് അയാൾ അങ്ങ് കുത്തി കയറ്റിയാലോന്ന് തോന്നി. സൂക്ഷിച്ചടി, കൊലക്കേസിൽ പിടിച്ച് അകത്തിടും. നിന്നെ സൈറ്റ് അടിച്ച് അവന് സന്തോഷം കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ. ഇനി മേലാൽ അയാൾ അങ്ങനെ എന്നെ നോക്കിയാലുണ്ടല്ലോ, പെപ്പർ സ്പ്രേ എടുത്ത് കണ്ണിലടിക്കും ഞാൻ. എന്താടി, എപ്പോഴും ഞാൻ വന്നിട്ടല്ലേ നീ ചായ ഇടാറ്? ഇപ്പൊ നീ നേരത്തെ ചായ കുടിച്ചിട്ടുണ്ടല്ലോ. അതെനിക്ക് വല്ലാത്തൊരു തലവേദന ഉണ്ടായിരുന്നു, അതുകൊണ്ട് നീ വേണമെങ്കിൽ വേറെ ഇട്ട് കുടിച്ചോ. എനിക്ക് ചായ ഒന്നും വേണ്ട. എന്തടി, നിന്റെ മാനേജർ നിന്നെ ടെൻഷൻ ആക്കിയെന്ന് വെച്ച് ഞാൻ എന്ത് ചെയ്യാനാ? നീയല്ലേ അയാളെ കൂളാക്കേണ്ടത്. അതെ അതെ, അയാളെ ഞാൻ ഇനി കൂളാക്കുകയും ചെയ്യണമല്ലേ. അയാളൊരു ഫൂളാടി. നീ അയാള് ഫൂളാന്ന് പറയുന്നു, ചെയ്യുന്ന കാര്യം കേട്ടാ അയാൾ നിന്നെ ഫൂളാക്കുമെന്നാ തോന്നുന്നു. അല്ലടി അനു, അയാള് ശരിക്കും ഒരു സൈക്കോ ആണ്. എപ്പോ നോക്കിയാൽ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കും. ഇങ്ങനത്തെ ആളുകളൊക്കെ സൈക്കോനെ പോലെ തന്നെ ഉണ്ടാവുക. ഒരല്പം സ്ഥലം കൊടുത്താൽ മതി, അത്ര തന്നെ. സൈക്കിൾ ഗ്യാപ്പിൽ സൈലന്റ് ആയി ജോലി ചെയ്തു പോവും. പിന്നെ നമ്മളാ വേലയില്ലാണ്ട് തെണ്ടേണ്ടത്. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. നീ ബാക്കിയുള്ള ചായയെ ചൂടാക്കി കുടിക്കും. സാമ്പാർ ഒഴിക്കടി. സാമ്പാർ വേണ്ടടി, ചട്നി നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് മതി. അല്ല, നിന്റെ എക്സ് ഇപ്പൊ എന്താ ചെയ്യുന്നേ? അവനെ പറ്റിയൊന്നും ചോദിക്കല്ലടി. അവൻ അവന്റെ ജോലി തീർന്നപ്പോ ഉപേക്ഷിച്ചു പോയി കളഞ്ഞു. ഇതുവരെയും ഒരു ഫോണുമില്ല, മെസ്സേജുമില്ല. ദിസ് ഇസ് നോട്ട് ലവ് ഡി, ദിസ് ഇസ് ഓൺലി ഫോർ ലസ്റ്റ്. എടി, ആമ്പിള്ളേർ അങ്ങനെ ഉണ്ടാവുക. നമ്മള് വേണം അതൊക്കെ മനസ്സിലാക്കാൻ. എന്റെ എക്സ് ജോയിന് നിനക്കറിയാലോ. പേരില് മാത്രമേ ജോയ് ഉള്ളൂ, ഒരു എൻജോയ്മെന്റും ഇല്ല. ഈ 90s കിഡ്സിനെ പോലെ തൊട്ട് സംസാരിക്കില്ല, റൊമാൻസ് ചെയ്യില്ല. പല ആമ്പിള്ളേർ ഇതുപോലത്തെ ബൂമർ ആയിരിക്കും എടി. അതൊന്നും എനിക്ക് ആവശ്യമില്ല. ഞാനിപ്പോ ഫ്രീ ബേർഡ് ആടി. ഐ ലൈക്ക് ലോൺലിനെസ്. ഞാൻ ഏകാന്തത ഇഷ്ടപ്പെടുന്നു. മതിയോ? എടി, ഒരെണ്ണം കൂടെ കഴിക്ക്. ഇല്ലടി, മതിയടി, എനിക്കൊരു അസൈൻമെന്റ് ഉണ്ട്. സോ അതിപ്പോ പോയി ചെയ്യണം, അല്ലെങ്കിൽ തന്നെ ലേറ്റ് ആയി. ശരി, നീ കഴിക്ക്. ശരി, ഞാൻ ചെല്ലട്ടെ. അവൾ എത്തിയോ? മനസമാധാനത്തോട് റീൽസ് പോലും കാണാൻ സമ്മതിക്കില്ല. ഹായ് ഡി.
ഉം. എന്താ? ഒന്നുമില്ല, വാ. ഏ ഇതിൽ എന്തൊരു ഷുഗർ ആടി ഇട്ടിരിക്കുന്നത്? എനിക്ക് കറക്റ്റ് ആയിട്ടാണല്ലോ ഉള്ളത്. നിനക്ക് കറക്റ്റ് ആയിരിക്കും. എടി അനു, ഉം. എന്റെ വീട്ടിൽ എന്നെ ടെൻഷൻ ആക്കിക്കൊണ്ടിരിക്കുക. എന്താ കാര്യം? എപ്പോഴത്തെയും പോലെ തന്നെ ചെക്കന്റെ വീട്ടുകാരെന്നെ കാണാൻ വരുമെന്ന്. അടുത്ത ആഴ്ച ഞാൻ നാട്ടിലേക്ക് പോണം. എന്നാ പോയിട്ട് വാ. എന്തോന്ന് പോയിട്ട് വാ, ഭയങ്കര ബോറാടി. എന്തായാലും അവര് നോക്കി വെച്ച ചെക്കൻ ബൂമർ ആയിരിക്കും. സോ ഐ ഡോണ്ട് ലൈക്ക് ദാറ്റ്. പെണ്ണ് കാണലൊക്കെ ഓൾഡ് സ്റ്റൈലാടി. പിന്നെ എങ്ങനെയാ? നിന്റെ നാട്ടിലെ മാട്രിമോണിയൽ ആപ്പിൽ നോക്കാൻ പറയട്ടെ? ഇപ്പോഴാണെങ്കിൽ ഒരുപാട് ആപ്പ് ഫെസിലിറ്റി ഒക്കെ ഉണ്ടല്ലോ. എന്താടി നീ എന്നെ ടീസ് ചെയ്യാല്ലേ? ഉം. ഈ ഫൂൽ എന്റെ ബോയ് ബെസ്റ്റി ചാംസ് ഉണ്ടല്ലോ, അവനൊരു ഫ്രോഡാടി. ഇന്ന് ഫോൺ ചെയ്ത് സംസാരിക്കുമ്പോ ഈ കാര്യം ഞാൻ അവരോട് പറഞ്ഞു നോക്കി. എന്താ ചെയ്യണ്ടെന്ന് ചോദിച്ചപ്പോ ആ റാസ്കൽ കൂളായിട്ട് ഓക്കെ യു ഗെറ്റ് മാരിഡ് ബട്ട് ഡോണ്ട് ഫർഗെറ്റ് മൈ റിലേഷൻഷിപ്പ് എന്ന് പറയാടി. ഗായത്രി, ചാംസ് നിനക്ക് ആരാണെന്നാ പറഞ്ഞ? മൈ ലവബിൾ ബെസ്റ്റി. സോ വാട്ട്? യെസ് ഡി, അവൻ നിന്റെ ബെസ്റ്റിയാ. അതുകൊണ്ട് അവൻ കറക്റ്റ് ആയ ജോലി നോക്കുന്നത്. അവൻ നിന്റെ ലവർ അല്ലല്ലോ. അത് ശരിയാ, ബട്ട് എന്നാലും നീ ഒന്നും പറയണ്ട, കപ്പിങ് താ. അയ്യോ, ഇത് പോന്നില്ലല്ലോ. എന്താടി, ആരാ? ആ വൃത്തിയായിട്ട മാനേജർ അടി. എന്താ, ഫോണിൽ സംസാരിക്കാനൊക്കെ തുടങ്ങിയോ? അങ്ങനെയൊന്നും ഇല്ലടി. അയാൾ ഒരിക്കലും എന്നെ ഫോൺ ചെയ്യാറൊന്നുമില്ല. എന്തെങ്കിലും ഇമ്പോർട്ടന്റ് ആയിട്ട് വർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ വിളിക്കാറുള്ളൂ. ഇപ്പൊ എന്തിനാ ഫോൺ ചെയ്യുന്നതെന്നാ എനിക്ക് മനസ്സിലാവാതെ. എടി, എടുത്ത് സംസാരിക്കടി. എന്തായിരിക്കും പറയാൻ പോകുന്നത്? ഹലോ സർ, I checked all the mails, sir. I've done the full correction, sir. My team member Naveen has submitted the project, sir. Okay, sir. Okay. Okay, thank you, sir. Yeah, thank you so much, sir. എന്താ അത്ര ആ വൃത്തിയേട്ടവന്? അവനോട് സംസാരിക്കാൻ നീ എന്തിനാ എങ്ങനെ പേടിക്കുന്നു? ഓ ഗോഡ്, ഈ US മെയിലൊക്കെ ചെക്ക് ചെയ്തിട്ട് കറക്ഷൻ ചെയ്യാനുണ്ട്. അത് ഞാൻ ഫുള്ളായിട്ട് ക്ലിയർ ചെയ്ത് എന്റെ ടീം മെമ്പർ നവീനോട് സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞതാ. അതിലെന്തോ എറർ ഉണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് അയാൾ എന്നെ ഫോൺ ചെയ്തിട്ട് ബഹളം വെക്കുന്നത്. എടി, ഒരു 10 മിനിറ്റ് നിന്റെ ലാപ്ടോപ്പ് ഒന്ന് തരുമോ? ഗായു, എനിക്കല്പം വർക്കുണ്ടടി. എന്ത്? ഒരു 10 മിനിറ്റ്സിൽ എന്താ സംഭവിക്കുക? എനിക്ക് ജോലിയുണ്ട്. അയ്യോ, ഇവളെ കൊണ്ട് ഹലോ സർ, എററൊക്കെ ക്ലിയർ ചെയ്തിട്ടുണ്ട് സർ. മെയിൽ ചെക്ക് ചെയ്തോളൂ സർ. ഞാൻ വെയിറ്റ് ചെയ്തോളാം. ഓക്കെ സർ. ശരി, ലാപ്ടോപ്പ് മെയിൽ അയച്ചില്ലേ? മെയിൽ ഒന്ന് വന്നോട്ടെ, നീ എന്തിനാ ധൃതി പിടിക്കുന്നേ? എടി, എനിക്ക് ജോലിയുണ്ടെടി. ചെയ്തു കഴിഞ്ഞു. ശരി, ഇങ്ങോട്ട് താ. എടി, ഒന്ന് നിക്ക്. ഞാനൊന്ന് നീ അതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കണ്ട, ഞാൻ നോക്കിക്കോളാം. നമ്മുടെ ഫ്രണ്ട് ശ്വേത എന്തോ മെസ്സേജ് ഞാൻ നോക്കിക്കോളാന്നേ. എടി, ഒന്ന് നിക്കടി. അവള് കഴിഞ്ഞ തവണ ഒരു ട്രിപ്പിന് പോയില്ലേ? അതിനെ കുറിച്ചൊന്നും ഞാൻ നിക്ക്, ചോദിച്ചിട്ട് തരാം. എടി, മനസ്സിലാക്കി താടി. എടി, ഒന്ന് നിക്ക്. എടി, താടി. ഞാനൊന്ന് നിക്കടി.
കർത്താവേ